നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ പ്രസവത്തിന്റെ വീഡിയോ യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആണ്. യൂട്യൂബിലെത്തി മണിക്കൂറുകൾക്കകം ലക്ഷക്കണക്കിന് ആളുകളാണ് വീഡിയോ കണ്ടത്. പ്രസവത്തിന്റെ വീഡിയോ എത്തിയതോടെ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയും സജീവമായി. പക്ഷേ ചരിത്രം മറന്നുകൂടാ എന്നാണ് സമൂഹ മാധ്യമത്തിൽ ഒരു വിഭാഗം പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടി ശ്വേതാ മേനോൻ കളിമണ്ണ് എന്ന ചിത്രത്തിനായി തന്റെ പ്രസവരംഗം ചിത്രീകരിക്കാൻ അനുവദിച്ചതിനെ മലയാളി പൊതുസമൂഹം വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. പ്രസവം എന്ന പ്രക്രിയയെ സിനിമ പോലൊരു മാധ്യമത്തിൽ വിൽപ്പന ചരക്കാക്കി മാറ്റി എന്ന് പറഞ്ഞ് ചിത്രത്തിന്റെ സംവിധായകൻ ബ്ലസ്സിയെയും ശ്വേതാ മേനോനും പഴികേട്ടിരുന്നു. ഈ പ്രക്രിയ ധാർമ്മികതയുടെ അതിരുകൾ ലംഘിച്ചുവെന്നായിരുന്നു ഭരണതലത്തിൽ നിന്നുവരെ ഉണ്ടായ വിമർശനം. മാത്രമല്ല, പ്രസവ സമയത്ത് ശ്വേതയുടെ ഭർത്താവ് ശ്രീവത്സൻ ജെ മേനോൻ ലേബർ റൂമിൽ ഉണ്ടായിരുന്നു എന്നതുപോലും 13 വർഷം മുമ്പുള്ള മലയാളി സമൂഹത്തിന് ഉൾക്കൊള്ളാനായിരുന്നില്ല. കളിമണ്ണ് എന്ന ചിത്രത്തിന് ശേഷമാണ് കേരളത്തിലെ ആശുപത്രികളിൽ ഭാര്യയ്ക്കൊപ്പം പ്രസവ സമയത്ത് ഭർത്താവ് ലേബർ റൂമിൽ കയറാൻ തുടങ്ങിയത്. പ്രസവ സമയത്ത് ഭർത്താവ് കൂടെയുള്ളതിനെ സ്ത്രീകളടക്കമുള്ള പൊതുസമൂഹം ശ്വേതയെ ഏറെ വിമർശിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഭർത്താവ് അശ്വിൻ മാത്രമല്ല, സഹോദരിമാരും അമ്മയും ദിയ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഒപ്പമുണ്ടായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. യഥാർത്ഥത്തിൽ ആ സമയത്ത് പ്രിയപ്പെട്ടവർ ഒപ്പമുണ്ടാകുന്നത് വളരെ വലിയ ആശ്വാസമാണെന്ന് പല സ്ത്രീകളും സമൂഹ മാധ്യമത്തിലൂടെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പ്രസവം എന്ന പ്രക്രിയ ഇടയ്ക്കൊക്കെ സമൂഹം കാണുന്നത് നല്ലതാണ്. എന്തുമാത്രം വേദനയുള്ളിൽ കടന്നുപോയതിനു ശേഷമാണ് ഒരു സ്ത്രീ അമ്മയാകുന്നതെന്ന് മനസ്സിലാക്കണമെന്നും ചിലർ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. വിമർശനങ്ങളെ തുടർന്ന് പ്രസവത്തിന്റെ പല ഭാഗങ്ങളും കളിമണ്ണ് എന്ന സിനിമയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും പ്രശസ്തിക്ക് വേണ്ടി പ്രസവം വരെ ലൈവായി ചിത്രീകരിച്ചവളെന്ന പരിഹാസം കാലങ്ങളോളം കേട്ട വ്യക്തിയാണ് ശ്വേതാ മേനോൻ. 13 വർഷങ്ങൾക്കിപ്പുറം പ്രസവത്തിന്റെ ലൈവ് ചിത്രീകരണമൊക്കെ മലയാളി വളരെ പോസിറ്റീവായി കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ദിയയുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളിൽ വ്യക്തമാകുന്നത്. അതുതന്നെയാണ് ഏറ്റവും മനോഹരമായ കാര്യം.